ശരിക്കും പറഞ്ഞാൽ മെസ്സിക്ക് അതൊരു റെഡ് കാർഡ് ഒഫൻസ് തന്നെയായിരുന്നു. മെസ്സിയെ സഹായിച്ചതാണ് ഫിഫ. റഫറി നോക്ക്, മെസ്സിക്ക് എതിരെ ഒരു കാർഡ് പോലും കൊടുത്തില്ല. സോ ആ ഇൻസിഡൻറ്റിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. മുഴുവനായിട്ട് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കണം, കാരണം ഇതിനകത്ത് പല കാര്യങ്ങളും നമ്മൾ സംസാരിക്കുന്നുണ്ട്. സോ ഇൻ ബിറ്റ്വീൻ എന്തെങ്കിലും കണ്ടിട്ട് കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് പറയാനാണ് അതിനകത്ത്? മുഴുവൻ കാണുമ്പോഴാണല്ലോ ഞാൻ എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ എന്തായാലും അൾജീരിയ അർജന്റീന മത്സരത്തെക്കുറിച്ചുള്ളൊരു 3 പോയിന്റുകൾ, ഇതിപ്പോൾ 3 പോയിന്റുകളായിട്ട് ചെയ്യണമെന്നില്ലെങ്കിലും ഈ ഒരു കാര്യവും അതും കൂടെയൊക്കെ ചെയ്തു പോകാമെന്ന് വിചാരിക്കുകയാണ്. സോ വെൽക്കം ടു 80 പോഡ്കാസ്റ്റ് ഫുട്ബോൾ ക്ലബ് ആൻഡ് ദിസ് ഇസ് RJ ആറ്റപ്പൻ. എടാ ഗൈസ്, അപ്പോൾ വേറൊന്നുമില്ല, നമ്മൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്, വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ അതെനിക്കൊരു വലിയ സഹായമായിരിക്കും എന്ന് ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. അപ്പം ഇതിൽ ഇപ്പോൾ അൾജീരിയക്കെതിരെ അർജന്റീന ഇജാതി പെർഫോമൻസ് കാഴ്ചവെക്കുമെന്ന് ആരെങ്കിലും വിചാരിച്ചോ? ഇത് ഞാൻ പറഞ്ഞു തുടങ്ങാനുള്ള റീസൺ എന്ന് പറയുന്നത്, നമുക്ക് മാച്ചിന് മുമ്പുള്ള ഒരു സിനാരിയോ നോക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ പലയിടങ്ങളിലും പലരും അവതരിപ്പിച്ച് വെക്കുന്നത് അൾജീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർജന്റീനയെ തോൽപ്പിക്കാൻ പോകുന്ന ഒരു ടീമാണ്. ഇനി എങ്ങാനും തോക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അത് ഈ പറയുന്ന പോലെ റെഫറി പെനാൽറ്റി കൊടുത്തിട്ടായിരിക്കും എന്നൊക്കെയുള്ള പല വാദങ്ങളും എടുത്ത് വെക്കുന്ന ഒരുപാട് ഫാൻ ഗ്രൂപ്പ്സും ഡിബേറ്റുകളും എല്ലാം നമ്മൾ കണ്ടതാണ്. അവിടെ നിന്നാണ് ഈ പറയുന്നത് പോലെ തന്നെ ഒരു പെനാൽറ്റി പോലും ഇല്ലാതെ മെസ്സി ഹാട്രിക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതിലാകെ പോയി. ഇനിയിപ്പോൾ തർക്കിക്കാൻ പറ്റുന്നത് ഈ ഒരു ഫൗളിലാണ്. പക്ഷേ ഈ ഫൗളിൽ തർക്കിക്കുന്നവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ? ഇതൊരു നല്ലൊരു ചോദ്യമാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബേസിക് ഫുട്ബോൾ നോളേജ് വെച്ചുകൊണ്ട് മാത്രം നമ്മൾ കാണുന്ന ഏതൊരു മനുഷ്യനും തോന്നുന്ന ഒരു കാര്യം തന്നെയാണ്. അത് ഡെഫിനറ്റ്ലി റെഡ് കാർഡ് തന്നെയായിരുന്നു എന്നുള്ളത്. കാരണം ആ ഒരു ഒഫൻസ് ശരിക്കും കാലിന് ഒരു ഇച്ചിരി മുകളിലേക്ക് തന്നെയാണ്, നമ്മുടെ ഷിങ്കാട് വരുന്ന സ്ഥലത്താണ്. അതിൻ്റെ ബാക്കിലാണ്. സോ അതൊരു റെക്ലസ് ചലഞ്ച് തന്നെയാണ്. ഫൗൾ കൊടുക്കേണ്ടതും ഈ പറയുന്ന പോലെ തന്നെ റെഡ് കാർഡിലേക്കും ഡയറക്റ്റ് റെഡ് കാർഡ് കൊടുക്കാവുന്ന ഒരു ഒഫൻസ് തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ട് കൊടുത്തില്ല? ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം പറയാം കേട്ടോ. ഞാനത് പല വീഡിയോയിലും, ഇപ്പോൾ എംബാപ്പയുടെയും സെനഗലിലും മറ്റേ നമ്മുടെ സാദിയോ മാനയുടെ വീഡിയോയിലും അതുപോലെ തന്നെ മൊറോക്കോയുടെ വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. ഈ ചർച്ച ഒന്നും ഉണ്ടാവില്ലായിരുന്നു. അത് ആദ്യമേ പറയാം, ഈ ചർച്ച ഒന്നും ഉണ്ടാവില്ലായിരുന്നു റെഫറി അതൊരു ഫൗൾ വിളിച്ച് മെസ്സിക്ക് ഒരു യെല്ലോ കാർഡെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ. ഇത്രയും ചർച്ചയായത് അവിടെ ഒരു ഫൗൾ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു കാർഡ് പോലും കൊടുക്കാതിരുന്നുകൊണ്ടാണ് ഇത്രയ്ക്കും ചർച്ചയ്ക്ക് പോയതെന്നാണ് പേഴ്സണലി എനിക്ക് തോന്നുന്നത്. ഇനി മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞു വന്നത്, റൂൾ അനുസരിച്ചുള്ള കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ റെഡ് കാർഡ് കൊടുക്കാം. പക്ഷേ എന്തുകൊണ്ടാണ് വാർ അടക്കം ഇൻ്റർവീൻ ചെയ്യാതിരുന്നത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. വാർ ഈസ് ഓൾവേസ് സംതിങ്, അത് നിങ്ങൾക്ക് എത്രമാത്രം മനസ്സിലായിട്ടുണ്ടെന്ന് അറിയില്ല. കാരണം പലപ്പോഴും പലരും പറയുമ്പോൾ എന്തുകൊണ്ട് വാർ ഇൻ്റർവീൻ ചെയ്തില്ല. എടാ, റൂൾ അനുസരിച്ച് അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഓൺ ഗ്രൗണ്ട് ഡിസിഷൻസിന്, ഇത് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ റെഫറിമാരാരെങ്കിലും ഈ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും, ഓൺ ഗ്രൗണ്ട് ഡിസിഷൻസിന് അതിൻ്റേതായിട്ടുള്ളൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതാണ്. മനുഷ്യരാണ് റെഫറിങ്ങിൽ നിൽക്കുന്നത്. അതിപ്പോൾ മൊറോക്കോയ്ക്ക് അനുകൂലമായിട്ട് വന്നാലും അർജന്റീനയ്ക്ക് അനുകൂലമായിട്ട് വന്നാലും എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഫാൻ പെർസ്പെക്റ്റീവിൽ ഇത് മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ എനിക്ക് ശരിയെന്ന് തോന്നുന്നത് നിങ്ങൾക്ക് തെറ്റാണെന്ന് തോന്നുന്നതിൽ ഒരു കുഴപ്പമില്ല. ഇതേപോലെ തന്നെയാണ് റെഫറിമാരും എന്നുള്ളതാണ്. കാരണം എല്ലായിടത്തും കൃത്യമായിട്ട് ഒരു പ്രശ്നവുമില്ലാതെ ഡിസിഷൻസ് എടുക്കാൻ പറ്റില്ല. പക്ഷേ ഈ ഓൺ ഗ്രൗണ്ടിൽ എടുത്തുള്ള ഡിസിഷൻസ് തിരുത്തി എടുക്കേണ്ട അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രമേ എന്തിനു പോകാൻ പറ്റുള്ളൂ? വാർ ഇടപെടാൻ, അതായത് ഇൻ്റർവീൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇവിടെ ഈ പറയുന്നത് പോലെ തന്നെ എനിക്ക് മനസ്സിലായൊരു കാര്യം എന്ന് പറയുന്നത്, അതൊരു ക്രൂഷ്യൽ പൊസിഷനിൽ നിന്നോ ഈ പറയുന്ന പോലെ തന്നെ ഒരു അറ്റാക്കിംഗ് മൂവിലേക്ക് പൊക്കോണ്ടിരിക്കുന്നിടത്തു നിന്നോ മെസ്സി ചെയ്തൊരു ഫൗളല്ല. പിന്നെ ആ ടച്ചിനെ അല്ലെങ്കിൽ ആ ഒരു ഫൗളിനെ ഓൺ ഗ്രൗണ്ട് റെഫറി കാണുന്നത് ഒരു സ്ലൈറ്റ് ടച്ചായിട്ടോ അല്ലെങ്കിൽ ഒരു വലിയ റെക്ലസ് ചലഞ്ചായിട്ടോ പുള്ളി കണ്ടില്ല എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന പോലെ തന്നെ വാറിന് ഇൻ്റർവീൻ ചെയ്യാൻ പറ്റാതിരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ. കാര്യം അതിലെന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ റെഫറി പ്രകടിപ്പിച്ചിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും വാർ ഇൻ്റർവീൻ ചെയ്യും. അതിൽ ഈ പറയുന്ന പോലെ റെക്ലസ് ചലഞ്ചിൻ്റെ റൂൾസും റെഗുലേഷൻസും ഒക്കെ അവിടെ സംസാരിക്കപ്പെടും അല്ലെങ്കിൽ നോക്കേണ്ടതായിട്ട് വരും. അങ്ങനെ വരുമായിരുന്നെങ്കിൽ മേ ബി ഒരു റെഡ് കാർഡോ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു യെല്ലോ കാർഡോ എങ്കിലും എത്തിയേനെയായിരുന്നു എന്ന് എനിക്ക് തോന്നി. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഈ എപ്പോഴും ഈ തൊടുന്നതെല്ലാം ഫൗളല്ല. ഇത് റെഫറിയുടെ കണ്ണിലായാലും അത് അങ്ങനെ തന്നെയാണ്. അത് ഈ പറഞ്ഞു വരുന്നതിൻ്റെ ആസ്പെക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. കാരണം ഓൺ ഗ്രൗണ്ട് റെഫറിമാർക്ക് കൊടുക്കേണ്ട റെസ്പെക്റ്റ് എപ്പോഴും കൊടുക്കണം. അവരും മനുഷ്യരാണ്. ചില സമയങ്ങളിൽ അവർക്ക് ഈ പറയുന്ന പോലെ സംഭവങ്ങളൊക്കെ ഉണ്ടാവാം. അവിടെ ആ
തെറ്റുകൾ തിരുത്താനാണ് ഈ പറയുന്ന പോലെ വാറും ക്യാമറയും കാര്യങ്ങളും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ഈ 90 മിനിറ്റിൽ ഓരോ ഫാൻസ് എടുക്കുന്നതിനേക്കാളും പ്രഷറാണ് ഓരോ റെഫറിമാരും എടുക്കുന്നുണ്ടാവും. ഞാനെന്തോ റെഫറിമാരെ ഭയങ്കര പൊക്കി പറയുകയാണെന്ന് വിചാരിക്കരുത്. റെഫറി മിസ്റ്റേക്സിൽ റെഫറിമാരുമായിട്ട് ഇപ്പോൾ നമ്മുടെ ഇവിടെ നടക്കുന്ന ടൂർണമെൻറ്റുകളിൽ പോലും നല്ല കയർത്ത് സംസാരിച്ച് ചിലപ്പോൾ ഭയങ്കര ഇതായിട്ട് നമ്മൾ പ്രകടിപ്പിക്കാറുള്ള മനുഷ്യന്മാർ തന്നെയാണ്. കാരണം നമ്മുടെ ടീം ജയിക്കണം, നമുക്കിടെ ടീമിന് അഗൻസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഒന്ന് വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് എക്സ്പ്രസ് ചെയ്യും. പക്ഷേ അത് ആ എക്സ്പ്രഷൻ ഒന്നും തെറ്റാണെന്നല്ല പറഞ്ഞു വരുന്നത്. പക്ഷെ അവിടെയും അപ്പോഴും റെഫറിയുടെ ഡിസിഷൻസിനനുസരിച്ച് ഓക്കെ പറഞ്ഞ് നമ്മൾ ആ കളി കണ്ടിന്യൂ ചെയ്തിരിക്കണം എന്നുള്ളൊരു ഒപ്പീനിയൻ ഉള്ള ഒരാളാണ് ഞാൻ. കാര്യം അല്ല എന്നുണ്ടെങ്കിൽ അവിടെ റെഫറി വെറും ഒരു പഴം പുഴുങ്ങിയായി മാറിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. ഞാൻ ചില സമയത്തൊക്കെ ഈ സെവൻസിൻ്റെ അവിടെയൊക്കെ ടൂർണമെൻറ്റുകൾ ഞങ്ങളുടെ അവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മലപ്പുറവും മറ്റ് സൈഡുകളൊക്കെയാണ്, ഞാനൊരു സ്ഥലത്തിനെ പറയല്ല, റെഫറീസ് എടുക്കുന്ന ഡിസിഷൻസിന് കയ്യാങ്കളിയിലേക്ക് വരെ പോകുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഒരു ഓൺ ഗ്രൗണ്ട് ഡിസിഷൻ ഒരു റെഫറി ഫ്രീ ആയിട്ട് എടുക്കുക? ശരിയാണ്, പലപ്പോഴും പലതരത്തിലുള്ള അലിഗേഷൻസും റെഫറിമാരെ കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷേ ഈ പറയുന്ന പോലെ തന്നെ റെഫറിയാണ് ഈ ഫുട്ബോൾ മാച്ചിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സിൽ ഒരാൾ. അപ്പോൾ അവർക്ക് വേണ്ടത്ര റെസ്പെക്റ്റ് കൊടുക്കാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതൊരു പ്രശ്നമാണ്. ഞാൻ ഈ പറഞ്ഞു പോയ പെർസ്പെക്റ്റീവ് ചിലപ്പോൾ ഭയങ്കര വൈഡായിരിക്കും, പക്ഷേ നിങ്ങൾ അത് ഏത് സെൻസിൽ എടുക്കുമെന്നും എനിക്കറിയില്ല. ഇനി ഈ ഒരു കാര്യത്തിൽ ടു ബി ഓണസ്റ്റ് എൻ്റെ ഒപ്പീനിയൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിനിമം യെല്ലോ കാർഡെങ്കിലും അവിടെ കൊടുത്തിരുന്നെങ്കിൽ ഈ കണ്ടത്രയും ഡിസ്കഷനിലേക്കും ഈ കണ്ടത്രയും പ്രശ്നങ്ങളിലേക്കും അല്ലെങ്കിൽ മെസ്സി ഈസ് ഓൾവേസ് ഫേവേർഡ് എന്നുള്ള ഒരു ടോണിലേക്കും പോയില്ലായിരുന്നു എന്ന് തോന്നി. അത് റെഫറിയുടെ സൈഡിൽ നിന്ന് വന്നൊരു മിസ്റ്റേക്ക് തന്നെയാണ്. ആൻഡ് അതൊരു റെഡ് കാർഡ് ഒഫൻസ് ആണ് എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. ബട്ട് അറ്റ്ലീസ്റ്റ് അവിടെ ഒരു ഫൗൾ ആൻഡ് പ്ലസ് ആൻ യെല്ലോ കാർഡ് അത് കൊടുക്കേണ്ട സാധനം തന്നെ ആയിരുന്നു എന്നെനിക്ക് തോന്നി. എന്തായാലും നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്നുള്ളത് താഴെ കമൻറ്റ് കറോ. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക എന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചിൽ കുപ്പിച്ചിൽ.